മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തു. ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 എനിക്ക് വേണം. ആര് വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരാൻ പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അല്ല, എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകണില്ല. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. പൈസ വേണം പറഞ്ഞു. പെൻഷൻ തന്ന പണമുണ്ട് എന്റെ കയ്യിൽ. അല്ലാതെ അവരൊന്നും തന്നില്ലേ? 4000 ഉണ്ട്. അതല്ല, ആ ശോഭ തരാ പറഞ്ഞു. അവർ വന്നാ തരാ പറഞ്ഞു. ഒന്നും തന്നിട്ടില്ല. കൈ കൊടുത്ത് ഇങ്ങനെ തൊഴിലും ഒക്കെ ചെയ്യും. തൊഴിലും ഒക്കെ ചെയ്യും. കാല് വിട്ടു കുട്ടി വേഗം തന്നില്ല. കണ്ടല്ലോ മാപ്രകൾ എത്ര നികൃഷ്ടമായിട്ടാണ് ആ അമ്മുമ്മയോട് പെരുമാറിയതെന്ന്. ആ അമ്മുമ്മ ഒരിക്കൽ പോലും എനിക്കവർ പണം തന്നു എന്ന് പറഞ്ഞിട്ടില്ല. വെട്ടകൾ അത് തിരികെ കയറ്റാൻ നോക്കിയതാണ്. അതിനുശേഷം ഇവരെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാവട്ടെ അമ്മുമ്മ ആദ്യം സമ്മതിച്ചു, പിന്നീട് മാറ്റി പറഞ്ഞു എന്നാണ്. വീഡിയോ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാൻ എന്തൊരു ആവേശമായിരുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. കാത്തുവെക്കാൻ പറ്റുമോ? ഏറ്റവും പുതുതായിട്ട് ഓഡിയോ പ്രക്ഷോഭിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. കൗൺസിലർ ആയതിനു ശേഷം 2-3 പ്രൊജക്റ്റുകൾ പറഞ്ഞു. പക്ഷേ തനിക്ക് ഷാഫിയെ പോലെ അഴിമതി നടത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് താല്പര്യം സ്ത്രീയോടാണ്, ആ ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് പറയുന്നതായിട്ടുള്ള ഓഡിയോ ആണ് പുറത്തു വന്നത്. അങ്ങക്ക് എന്താ തോന്നുന്നതിനെ പറ്റി? പിന്നെ ജനൻ ടിവിയുടെ പ്രക്ഷോഭം പറയുന്നത് തങ്ങളുടെ ചങ്കാണല്ലോ. കാരണം പാലക്കാട്ട് ഏത് തങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കിയാലും തങ്ങളുടെ വലതുവശത്ത് പ്രക്ഷോഭം ഉണ്ടാവും. അങ്ങക്ക് എന്താ തോന്നുന്നത്? ഞാൻ പിന്നെ അങ്ങക്ക് എന്നെ പരിചയമുണ്ടല്ലോ, എന്താ തോന്നുന്നത്? അത്തരം കാര്യങ്ങളൊന്നും മറുപടി അറിയിക്കുന്നില്ല. പ്രക്ഷോഭമാണ് പറയുന്നത്. കാരണം തങ്ങളുടെ വലം കൈയായിരുന്നു. പ്രക്ഷോഭം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക, അതിനെതിരെ നടപടികൾ സ്വീകരിക്കുക. ഓഡിയോയിലാണ് പറയുന്നത്. പ്രക്ഷോഭിന്റെ ഓഡിയോയിലാണ്. നാട്ടിൽ എന്ത് നടന്നാലും അതിലേക്ക് ഒരു പേര് എന്നെ വലിച്ചു കെട്ടണ്ട. പ്രക്ഷോഭിന്റെ ഓഡിയോ താങ്കളുടെ ഷാഫി. ഇത് ഷാഫിക്കെതിരെ ഒരു ഓഡിയോ ഇറങ്ങിയ കാര്യമാണ്. ജനൻ ടി വി ഒഴികെ വേറെ ആരെങ്കിലും ചോദ്യം ഏറ്റുപിടിച്ചോ എന്ന് നോക്കിക്കോളൂ. ഇന്നലെ മീഡിയ 1 പുറത്തുവിട്ട വാർത്ത എല്ലാ ചാനലുകളും ഏറ്റെടുത്തു. ഈ വാർത്ത ആരും ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, അവർ ജനൻ ടി വിയുടെ തുടർച്ചയായ ചോദ്യങ്ങളിൽ നിന്നും ഷാഫിയെ രക്ഷിക്കാൻ വിഷയം മാറ്റുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അമ്മുമ്മയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ച ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ഉൾപ്പെടെ ഷാഫിക്ക് മുന്നിൽ പഴം വിഴുങ്ങിയ പോലെ നിൽക്കുകയായിരുന്നു. എജ്ജാദ് ടീംസ് അല്ലേ?